അച്ഛാ, ഇനിയും ഞാൻ ഇവിടെ നിന്നാൽ ഇളയച്ചൻ എന്നെ നശിപ്പിക്കും, എനിക്ക് ഉറപ്പാണ്. എന്റെ ഈ വിഷമങ്ങൾ എനിക്ക് അമ്മയോട് പറയാൻ പറ്റില്ല. ഇനി പറഞ്ഞാൽ തന്നെ അമ്മ അത് വിശ്വസിച്ചോളണമെന്നില്ല. അമ്മയ്ക്ക് അയാൾ ഇഷ്ടാച്ചാ, വലിയ വിശ്വാസവും. അച്ഛൻ മരിച്ച് കൊല്ലം ഒന്ന് കഴിയും മുമ്പ് തന്നെ എങ്ങനെയാ അമ്മയ്ക്ക് അയാളെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞത്? അച്ഛനെ കണ്ട ഓർമ്മ എനിക്കില്ല. എന്നിട്ടും ഞാൻ അച്ഛനെ എപ്പോഴും ഓർക്കുന്നു. പക്ഷേ അമ്മയ്ക്ക് എങ്ങനെയാ അച്ഛനെ മറക്കാൻ കഴിഞ്ഞത്? അങ്ങനെ ഒരു മുരടനെ സ്നേഹിക്കാൻ കഴിഞ്ഞത്? അയാള് അച്ഛന്റെ കൂട്ടുകാരനായിരുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കില്ല. ഇങ്ങനെയൊരു മുരടൻ എന്റെ അച്ഛനെ കൂട്ടുകാരനായിട്ടുണ്ടാവില്ല. മുരടൻ തന്നെയാണ് അയാള്, തനി മുരടൻ. ഇതൊക്കെ പണ്ട് പട്ടാളത്തിൽ പെരുപ്പിച്ചെടുത്ത മസല, അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനാ ഈ കസരത്തൊക്കെ. നിനക്കൊന്ന് സ്കൂൾ പോകുന്നില്ലേ? ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. തന്തയ്ക്ക് മുഖം തീറ്റ തന്നിട്ട് വേണം എനിക്ക് കുടുംബശ്രീ മീറ്റിങ്ങിന് പോവാൻ. ഇങ്ങനെയൊക്കെ അഭ്യാസം കാണിച്ചിട്ടും വയറ് ചാടാനുള്ള പാസേട്ടാ. എടാ, ഇത് തിന്ന തടിയാ. ഇപ്പോഴത്തെ ചെറുപ്പക്കാര് വെറുതെ ഇങ്ങനെ പട്ടിണി കിടന്ന് സിക്സ് പാക്ക് ഉണ്ടാക്കിയിട്ട് എന്താടാ കാര്യം? ഒറ്റെണ്ണത്തിന് സ്റ്റാമിനല്ലടാ. അത് നേരായിരിക്കും. ഈ സ്റ്റാമിന ഇല്ലാത്തോണ്ടായിരിക്കും ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിനെ തന്നെ 4ഉം 10ഉം ചെറുപ്പക്കാര് ചേർന്ന് പീഡിപ്പിക്കുന്നത്. നീ ഇനി വെള്ളം ചേർത്തിട്ടുണ്ടാ? നോക്ക്, ഷാപ്പിൽ കൊടുക്കുമ്പോ നീ കൂട്ടിക്കോ. പക്ഷേ പങ്കുകളിലും മാതിരി പണി പഠിച്ചാലാണല്ലോ. നിങ്ങൾക്ക് എന്താ തലക്ക് സുഖല്ലേ വാസേട്ടാ? ഏത് കള്ളിലും കുറച്ച് വെള്ളം ചേർക്കണം എന്നാ. എന്തിന്? എന്നാലേ അതിലെ ആ മറ്റേ ബാക്ടീരിയ ഒക്കെ ചാവുള്ളൂ. ഓഹോ, അപ്പൊ നീ സയന്റിസ്റ്റും കൂടിയാണല്ലേ? ഡോക്ടർ മുരളി, MSc കെമിസ്ട്രി. പണി കള്ളിയെത്തും. സുമതിയേ, ഒരു പാത്രം എടുത്തേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനാ ഈ പങ്കുകളിലൊക്കെ? മാസാമാസം മറ്റവൻ കോട്ട കിട്ടണില്ലേ? കോട്ടയൊക്കെ ഞാൻ വെക്കും. എടോ, അവിടുത്തെ കാലാവസ്ഥക്ക് ഈ ബ്രാൻഡിയും വിസ്കിയും ഒക്കെ ചേരൂ. അമ്മാതിരി തണുപ്പല്ലേ. നമ്മളിവിടുത്തെ കാലാവസ്ഥക്ക് ഈ കള്ള നല്ലത്. ഒഴിച്ചെടുക്ക. കൊണ്ടുപോയിട്ട് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് വെക്ക്. ഹൈദരാലി ഇത്തിരി പുഴമീൻ കൊണ്ടുവരും, അത് നമുക്ക് പൊരിക്കാം. പിന്നെ കറി വെക്കാൻ ഇത്തിരി പോത്തിറച്ചി വാങ്ങാം. ഇത് രണ്ടും ഷൈമ കഴിക്കില്ലല്ലോ. അതെന്താ മോളെ അങ്ങനെ? ഇതൊക്കെ കഴിച്ചാലല്ലേ ആരോഗ്യം വരുള്ളൂ. കണ്ട നോക്കടി, നീ അവളുടെ ശരീരം കണ്ടില്ലേ? പണ്ടൊക്കെ 8ലും 9ലും പഠിക്കുന്ന പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ നല്ല 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 ഒത്ത പെണ്ണുങ്ങളായിട്ടുണ്ടാവും. നന്നായി ഭക്ഷണം കഴിക്കണം, എന്നാലേ വളരൂ. എന്നാലേ നല്ല സ്റ്റാമിന ഉണ്ടാകൂ. നീ പോണില്ലേ? ഏത് കാര്യത്തിനൊരു മന്ദഗതിയാ, ആർക്കോ വേണ്ടി ഒക്കാനിക്കണ പോലെ. നീ എന്തിനാ എപ്പോഴും അങ്ങനെ ചാടി? എനിക്ക് കുടുംബശ്രീന്റെ മീറ്റിംഗ് ഉണ്ട്. അവിടെ ഒറ്റയ്ക്ക് എത്ര നേരം ഞാൻ കാത്തുക്കണു. അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റിയ സ്ഥലമൊന്നുമില്ലത്. എന്താ നീ ഇങ്ങനെ കിതക്കണേ? എന്താടി, വല്ല കുഴപ്പമുണ്ടായോ? ഞാൻ പറയാ, നടക്ക്. അത് ചിലപ്പോ എനിക്ക് തോന്നിയതാവും. ഈ സൂക്ഷിക്കണമെന്ന് പഠിച്ചോൻ ഓർമ്മിപ്പിച്ചാന്ന് കരുതിയാ മതി. ഞാൻ മുമ്പും എന്നോട് പറഞ്ഞിട്ടില്ലേ, രണ്ടാനച്ഛൻ ഒരിക്കലും സ്വന്തം വാപ്പയാവില്ലെന്ന്. ടിവിയിലും പത്രത്തിലൊന്നും കാണാറില്ലേ സ്വന്തം അച്ഛന്മാരെന്നെ പെൺകുട്ടികളെ? സൗമ്യ, തീവണ്ടിയിലെ ഒറ്റക്കയ്യൻ,
പിന്നെ ഡൽഹിയിലെ ആ പെൺകുട്ടി എത്ര ആള് ചേർന്ന ബസ്സിൽ വെച്ച് അങ്ങനെ എത്ര പേരാ. മറ്റ അമ്മയ്ക്ക് ഇതൊന്നും അറിഞ്ഞൂടെ? ഒരു ലോകത്തൊന്നല്ലേ? പർദ്ദയിട്ട് പുറത്തിറങ്ങിയാ മതിയെന്നാ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത്. കാണുമ്പാണല്ലോ ഈ വൃത്തിയേട്ടന്മാർക്ക് എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് എന്താക്കാനാ? മരിച്ചാലും മാനക്കിടങ്ങനെ കിടക്കും. അന്റെ കാര്യത്തിൽ ഇനി ഒറ്റ രക്ഷയുള്ളൂ. എല്ലാ കാര്യവും ഈ അമ്മേനോട് പറയണം. കേക്കണുണ്ടോ? എന്താ കുന്തം? എല്ലാ കാര്യം ഈ അമ്മേനോട് പറ പഹച്ചി. അല്ലോ വാ നേരം. അമ്മ ആ വന്നോ? നീ എന്ത് സ്വപ്നം കണ്ടാടി നടക്കണേ? കാലത്ത് യൂണിഫോം തേച്ച് കഴിഞ്ഞിട്ട് തേപ്പ് പെട്ടി ഓഫ് ചെയ്തിരുന്നോ? നീ ഓഫ് ചെയ്തിരുന്നോന്ന് എനിക്കറിയില്ല. എനിക്കറിയില്ല. അതാ പറയണേ, നീയൊക്കെ എന്ത് സ്വപ്നം കണ്ടാ നടക്കണേന്ന്. ഓഫ് ചെയ്തില്ലെന്ന് മാത്രോ, ആ മേശപ്പുറത്ത് വിരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഡബിൾ മുണ്ട് പെട്ടി വെച്ച് കത്തിച്ച് കളയും ചെയ്തു. അതും നല്ല ഒന്നാം തരം ഡബിൾ മുണ്ട്. മുണ്ട് ഞാനെടുത്ത് വിരിച്ചതല്ല, അമ്മ തന്നെയാ. ദേ തോന്നിയാസം കാണിച്ച് എന്നെ പഠിപ്പിക്കാൻ വന്നാൽ ഇതോടൊന്ന് തന്നാലുണ്ടല്ലോ. തുണി കത്തിച്ചതല്ല കുഴപ്പം, ഞാൻ വിരിച്ചതാ. ഉത്തരം പറയുന്നു. നീ എന്തിനാ സുമതി മോളെ എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയാൻ നിൽക്കുന്നത്? ഇനി ഈ കാര്യം പറഞ്ഞ് മോളെ വഴക്ക് പറഞ്ഞാലുണ്ടല്ലോ. മോൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയതുകൊണ്ട് എനിക്ക് വീട്ടിലുടുക്കാൻ ഒരു മുണ്ടായി. നോക്കിയേ, ഇതിങ്ങനെ മടക്കി കുത്തിയാലുണ്ടല്ലോ ഒരു കുഴപ്പമില്ല. നോക്ക്, മൂട്ടിലാണെങ്കിൽ ഒരു ഡിസൈനുമായി. കണ്ടില്ലേ? ചം ചം ചമക്ക് ചം ചം. കണ്ടില്ലേ? അയ്യോ, എന്തത് ഈ നടി? സുമതി, ഒന്നിങ്ങ് വന്നേ, ഒരു കാര്യം കാണിച്ചു തരാം. വേഗം വാ. അമ്മയോടെല്ലാം തുറന്നു പറയാൻ ഫസീനെ പിന്നെയും പലതവണ നിർബന്ധിച്ചതാ. പലപ്പോഴും അമ്മ അതിനുള്ള അവസരം തന്നില്ല. പിന്നെ അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് എനിക്കും മനസ്സിലായി അച്ഛാ. ഫസീനയ്ക്ക് എന്റെ കാര്യത്തിൽ ദുഃഖവും വേവലാതിയുണ്ട്. അവൾ എന്റെ നല്ല കൂട്ടുകാരി അച്ഛാ. അയാളെ സൂക്ഷിക്കണമെന്ന് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞതും അവളാ. ഫസീനയ്ക്ക് മുമ്പ് അയാളെ സൂക്ഷിക്കണേന്ന് പറഞ്ഞത് നമ്മുടെ നാണിയമ്മയാ. സുരേഷ് ഗോപിന്റെ ഉയരം, പ്രേമനസീറിന്റെ നിറം, മോഹൻലാലിന്റെ ചിരി, അതായിരുന്നു നിന്റെ അച്ഛൻ രാമദാസൻ നായർ. എന്നാലോ ഒരു പത്രാസോ ഏറ്റവും ഇല്ലാത്തൊരു ചെറുപ്പക്കാരൻ. ചിരിച്ചിട്ടേ ഒരാളോട് മിണ്ടുപോലും ചെയ്യുള്ളായിരുന്നു. സുമതി അന്നും അവന് ചേർന്ന പെണ്ണൊന്നും ആയിരുന്നില്ല. അവൾക്ക് ചേർന്നത് ആ പോത്തൻ തന്നെയാ. Come on, guys! Come on! Jump! ഇയാൾക്കെന്താ ഭ്രാന്തുണ്ടോ? അല്ല പിന്നെ ഷൈമേച്ചിക്ക് നീന്താ അറിഞ്ഞൂടെ? നിന്നേക്കാൾ അറിയാം. പിന്നെന്താ നീന്താത്തെ? നീന്താൻ അറിയാത്തോണ്ട് നീ പൊടി.
സ്റ്റോപ്പ് സ്റ്റോപ്പ്. വേണ്ട, നിന്റെ വേഷം കെട്ടൊന്നും വേണ്ട. നിനക്കിപ്പോ എന്താണ് അറിയേണ്ടത്? ഷൈമുക്കുട്ടിക്ക് നീന്താൻ അറിയോ എന്നറിയണോ അല്ലേ? ഇപ്പൊ കാണിച്ചു തരാം. വാ വാ മോളെ വാ. വാ സ്വിമ്മിങ്. ഇത് സ്വിമ്മിങ് കോച്ചിങ്ങാ. എന്റെ ഷൈമുക്കുട്ടിക്ക് ഇനി നീന്താൻ അറിയില്ലെന്ന് ഇവന്മാരും പറയരുത്. അല്ല മനുഷ്യർക്ക് ഇതെന്തിന്റെ ഭ്രാന്താ? നട്ടഭ്രാന്ത് അല്ലാതെ എന്താ ഇപ്പൊ പറയാ? ഈശ്വരാ. അതെ, ആ കേണൽ സാർ വിളിച്ചിരുന്നു. യോ കേണൽ സാറോ? ആ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും വിളിക്കുന്ന പറഞ്ഞേ. കേണൽ സാറിന്റെ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 4:59. മക്കളെ ഞാനിത് വരുന്നുട്ടോ. നിന്ദിക്കോ വരുന്നടാ. എടി, നീ ഇവിടെ തുണി അലക്കാൻ വന്നതോ അതോ കളിക്കാൻ വന്നതോ? ഞാൻ അലക്കായിരുന്നു. അപ്പോഴച്ഛൻ മതി മതി, വേഗം തല തോർത്തി കേറാൻ നോക്ക്. സുമതിയെ, നിന്റെ മോൾക്ക് 14 വയസ്സായി. അതിന് പെണ്ണ് വളർന്നു എന്ന് പറയായിരുന്നു. അതിന്റെ ഒരു കരുതല് നിനക്കുണ്ടാവണമെന്ന്. അറിയാം. എന്തായാലും ഇന്നോ നാളെ ഒന്നും കെട്ടിച്ചു വിടുന്ന പ്രായമായില്ലല്ലോ. അതിനുള്ള സമയമാകുമ്പോൾ ഉള്ളതൊക്കെ നുള്ളിപ്പെറുക്കി അങ്ങ് നടത്തണം. സമയമുണ്ടല്ലോ, മോളിൽ ഈശ്വരനും ഉണ്ട്. ഞാൻ പറഞ്ഞതെന്താ, നിന്റെ അമ്മ കേട്ടതെന്താ? ആ സത്തുക്കള്, ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞത് എന്താ നിനക്ക് നിശ്ചയുണ്ടോ? അയാള് നിന്റെ അമ്മക്ക് കിട്ടിയവനായിരിക്കും. എന്നുവെച്ച് നിനക്കച്ഛനാവൂലല്ലോ. ഇപ്പൊ ലോകത്ത് നടക്കുന്ന കഥകളൊക്കെ നീയും കേൾക്കണതല്ലേ. നീ വളർന്നു, ഇനി അയാളിൽ നിന്നൊരു കയ്യകലം നല്ലതാ. അത് നിന്റെ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പൊ കണ്ട കാഴ്ചക്ക് ഞാനൊരു കാര്യം പറയാം. ഓന്റെ മനസ്സിലിരിപ്പ് ശരിയല്ല. ഈ തൊട്ടും പിടിച്ചുള്ള കളിക്ക് നീ നിന്നോടുക്കണ്ടാന്ന്. चमक चम चम चमक है सितारे तो ही चमक चम. മോൾ ഇത്ര പെട്ടെന്ന് കയറി പോന്നോ? എന്തായി കുട്ടിയുടെ ഒരു കാര്യം? എന്താ അമ്മ ചീത്ത പറഞ്ഞോണ്ട്? വാ ഒന്നുകൂടെയൊക്കെ നീന്തിയിട്ട് വരാം. പോന്നോളൂ. വേണ്ട. എന്താ പിന്നീട് എത്രയോ വട്ടം അയാൾ ഇതേപോലെ അടുപ്പം കാണിച്ച് എന്നെ വശത്താക്കാൻ വന്നിരിക്കുന്നു. അയാളുടെ ഉള്ളിലിരിപ്പ് അറിയാവുന്നത് കൊണ്ട് ഇതുവരെ എനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റി. ഇനി അങ്ങോട്ട് ഇല്ല. അയാൾ എന്നെ നശിപ്പിക്കും. അയാൾക്ക് ഈ വീട്ടിലുള്ള അധികാരം അത്രയ്ക്ക് കൂടി വരികയാണ്. അമ്മയ്ക്ക് അയാളെ ഒഴിവാക്കാൻ കഴിയില്ല. അയാൾക്ക് എന്നെയും. അയാൾ ഒഴിഞ്ഞു പോവുകയില്ല. ഞാൻ നശിക്കുവോളം ആ നാശം ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോവില്ല അച്ഛ. അച്ഛന്റെ മോൾക്ക് ആരില്ലാതായി തീർന്നിരിക്കുന്നു. ഞാൻ എന്തെങ്കിലും കടുങ്കൈ പ്രവർത്തിച്ച അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കൂ അച്ഛ. ചം ചം ചമക്ക് ചം ചമ. പിന്നെ ഇളയച്ചന് 2-3 മുണ്ട് കൂടിയുണ്ട്. അതും ഇതുപോലെ ആക്കി തരണോട്ടാ. നിങ്ങൾ തന്നെയാ അവളെ വഷളാക്കണത്. ഞാനോ? ഏയ് പിന്നെ അല്ലാണ്ട് നല്ല 4 ചീത്ത പറയുന്നതിന് പകരം. അതെ, തനിക്ക് അവളെ വഴക്ക് പറയാം. കാരണം താൻ അവളെ അമ്മയാ. പക്ഷെ ഞാനോ? ഞാൻ ലാളിച്ചതുകൊണ്ട് അവൾ വഷളാവൊന്നുമില്ല. പക്ഷെ ഞാൻ അവളെ എപ്പോ വഴക്ക് പറയാൻ തുടങ്ങുന്നു അപ്പൊ മുതൽ അവൾ അച്ഛനില്ലാത്തതിനെ കുറിച്ച് വേദനിച്ചു തുടങ്ങും. എടോ, ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങൾക്കൊന്നും ഇനി അവളെ വേദനിപ്പിക്കരുത്. അതിനിപ്പോ താനായാലും. ഞാനിപ്പൊ മീൻ പൊരിക്കണോ അതോ അവളോട് പോയി ക്ഷമ ചോദിക്കണോ? അല്ല, അത് മീൻ പൊരിച്ചോ അതെങ്കിലും നടക്കട്ടെ. പൊരിച്ചോ. ചം ചം ചമക്ക് ചം ചം. സുമതി, ഒന്നെങ്കിൽ വന്നേ, ഒരു കാര്യം കാണിച്ചു തരാം. വേഗം വാ. എന്താ ഇത്ര വലിയ ആനക്കാര്യം? ഈ പെൺകുട്ടികളെ തുണിയില്ലാതെ ചാടുന്നതോ?
അതെ, അത് തന്നെ കാര്യം. 4 സിനിമയായി ഞാൻ മാറ്റി മാറ്റി കാണുന്നു. അതിലൊക്കെ കുട്ടികളായിട്ട് ഇങ്ങനെ തുള്ളി കഷ്ടപ്പെടുത്താന്നല്ലാതെ അഭിനയിക്കാനുള്ള ഒരു അവസരം, ഒരു നല്ല ഡയലോഗ് പറയാനുള്ള ഒരു അവസരം ആരും കൊടുക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് സങ്കടം. അതൊക്കെ സിനിമ പിടിക്കുന്നവരുടെ ഇഷ്ടം. ഇങ്ങക്ക് ഇഷ്ടണ്ടേ കണ്ടാ മതി. അതിന് ആര് കാണുന്നു? കാശുണ്ടാക്കിയത് മിച്ചം. ഇതാണ് സിനിമ. അതിർത്തിയിൽ യുദ്ധം കാണും തുടങ്ങിയോ ബാസിയേട്ടാ? ഹേയ്, ബാസിയേട്ടനോട് പറയാതെ അങ്ങനെ യുദ്ധമൊക്കെ തുടങ്ങുമോ? മുരളി, നീ നിന്റെ ചായ ഊതി കുടിക്ക്. അല്ലാതെ എന്റെ ആസനത്തിൽ ഇങ്ങനെ ഊതിക്കൊണ്ടിരുന്ന ഇതുപോലെ ചുണ്ടു പൊള്ളും. പുഷ്കരേട്ടനും ഇത്തോട്ടല്ലേ? ബാസിയേട്ടൻ മധുരം വേണോ? നീ ഇപ്പൊ ഇതിനോട് പല പ്രാവശ്യമായി ചോദിക്കണു. എനിക്ക് ഷുഗറും പ്രഷറും ഒന്നും ഇല്ലാന്ന് നിനക്ക് അറിഞ്ഞൂടാ. അതിനിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ചോദിക്കേണ്ട എന്റെ കടമ. ഞാന് ചോദിക്കും. ബാസിയേട്ട ആ വണ്ടി പോയത് ആരാന്ന് കണ്ടോ? കൊളത്തൂര് വിലാസിനി അവളുടെ ഭർത്താവ് പ്രഭാകരനും അല്ലേ, അല്ലാതെ തൃശ്ശൂർ പൂരൊന്നല്ലോ കാണാൻ. എന്നാലും വിലാസിനി എന്ന് പറഞ്ഞ പണ്ട് നിങ്ങൾക്ക് പറഞ്ഞു വെച്ച പെണ്ണല്ലേ? വീട്ടുകാര് പറഞ്ഞു വെച്ച പെണ്ണല്ലേ? ദൈവം തമ്പുരാൻ എനിക്ക് വേണ്ടി പറഞ്ഞു വെച്ച പെണ്ണ് വീട്ടിലുണ്ട്, സുമതി എന്ന് പറയും. ആ പറഞ്ഞതിൽ ഇപ്പോഴും ചെറിയൊരു വിഷമല്ലേന്ന് എനിക്കൊരു സംശയം. അത് പിന്നെ പറയാനുണ്ടോ? വിലാസിനെ കെട്ടിയതിന് ശേഷമല്ലേ പ്രഭാകരൻ ഈ കാറമ്പങ്ങളൊക്കെ ഉണ്ടായത്? ഒക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടതാ. എടാ പുഷ്കര, ഏഷണി, വിലാസിനിയെ കെട്ടിയ ചിലപ്പോ എനിക്ക് കാറും ബംഗ്ലാവൊക്കെ ഉണ്ടായിന്ന് വരും. പക്ഷേ മരിച്ചുപോയ എന്റെ ചങ്ങാതിയുടെ കുടുംബത്തിന് ഒരു നാഥനുണ്ടായിന്ന് വരില്ല. അതാണോ ഞാൻ ഉണ്ടാക്കിയത്? എന്റെ വീട്ടുകാരും സുമതി പോലും എതിർത്തിട്ടും ഒരു കുടുംബത്തിന്റെ മുഴുവൻ സംരക്ഷണം ഞാൻ സ്വയം ഏറ്റെടുത്ത് എന്തുകൊണ്ടാണ്? ഞാനൊരു ജവാനായതുകൊണ്ട്. അപ്പൊ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ബാസിയേട്ട ചായ അതിനി അവന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്ക്, എന്നിട്ട് കാശും വാങ്ങിക്കോ. മൂപ്പർക്ക് പറ്റിയ കമ്പനിക്കാരാ. ബാസിയേട്ടന് പിന്നെ കുട്ടികളൊന്നും ഇല്ലല്ലോ. അല്ല പുഷ്കര, അതിർത്തിയിലൊരു യുദ്ധം വന്നാല് ഈ പെൻഷൻ പറ്റിയ പട്ടാളക്കാരൊക്കെ പിന്നെ ചെല്ലണ്ടേരുന്നതാണ്. ശരിയാണോ? ഇവരൊക്കെ ഈ വയസ്സാങ്കാലത്ത് അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? അതൊന്നും പറയണ്ട, മൂപ്പൊരാളിപ്പോഴും പുലിക്കുട്ടിയാ. പക്ഷേ അങ്ങനെ നിയമമുണ്ടോന്നുള്ളതാ. അങ്ങനെ ഒന്നുണ്ടെന്നല്ല ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ അങ്ങനെ ഉണ്ടോന്നാ? ഇപ്പോഴും ഉണ്ടെന്നാണ് എന്റെ ഒരു അറിവ്. ഈ എവിടുന്ന് അറിഞ്ഞേ? അല്ല, അങ്ങനെയല്ല, ചെലപ്പോ ഉണ്ടെങ്കിലോ. ആണോ? അങ്ങനെ നിങ്ങളൊക്കെ വാർഫീൽഡിലേക്ക് പിന്നെയും തിരിച്ചു ചെല്ലണം നിയമമുണ്ടോ? പോണെന്ന് നിയമമുണ്ടോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഞാൻ പോണെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? എന്നെയും മോളെയും വിട്ടുപോവാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോന്ന് ആദ്യം പറ. ഈ ചോദ്യോത്തര പരിപാടി അവസാനിപ്പിക്കാൻ ഒരൊറ്റ മാർഗേ ഉള്ളൂ. ഒരിക്കലും ഒരു യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ. സുമതി, നീ ഇടയായിട്ട് ഷൈമക്കുട്ടിയെ ശ്രദ്ധിച്ചിരുന്നു? അവൾക്ക് മനസ്സിൽ എന്തൊക്കെയോ അലട്ടലുള്ളത് പോലെ. എന്താ, തീരെ മിണ്ടാട്ടവുമില്ല. നീ ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? പണ്ടും അവളുടെ പ്രകൃതി അങ്ങനെ തന്നെയാ. എന്റെന്ന് ചീത്ത വെക്കുമ്പോ അത് കൂടുന്നേ ഉള്ളൂ. അതോ, എന്നാലും ഈ ഇടയായിട്ട് എന്തോ വലിയ വിഷമുള്ളത് പോലെ. എന്താ കൂടുതലായിട്ട് വിഷമണ്ടാവാൻ? അത് നീ അവളോട് ചോദിക്കണം. അതെ, അവളുടെ ഈ പ്രായം എന്ന് പറഞ്ഞാ നിനക്കറിയാലോ. ഇപ്പോ അറിവില്ലാതെ വല്ല ഇഷ്ടത്തിലോ, അല്ല അങ്ങനെയൊന്നും നമ്മുടെ ഷൈമക്കുട്ടിക്ക് ഉണ്ടാവില്ല. എന്നാലും നീ അവളോടൊന്ന് ചോദിക്കണം. ഇപ്പോഴോ? ഇപ്പോ അല്ല, ഇപ്പോഴൊന്നല്ല, എന്നാലും അധികം വൈകാതെ നീ അവളോട് ചോദിക്കണം. അവളെ നീ കുറെ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഒക്കെ ആവാം. ഇപ്പോഴാ ലൈറ്റ് അണച്ചൊന്ന് കിടക്കാൻ നോക്കി.
അച്ഛാ, ഇനിയും ഞാൻ ഇവിടെ നിന്നാൽ ഇളയച്ചൻ എന്നെ നശിപ്പിക്കും. എനിക്ക് ഉറപ്പാണ്. ഷൈമേ, മണി 6 കഴിഞ്ഞു. ഇന്ന് പരീക്ഷ ഉള്ളതല്ലേ? എടി പെണ്ണെ, എഴുന്നേൽക്ക്. ഓ, വെളുക്കും വരെ ഇരുന്ന് പഠിക്കുകയെന്നു പറഞ്ഞിട്ട് ഇത്ര നേരത്തെ എണീറ്റോ? ഇത്ര പെട്ടെന്ന് മിടിക്കായിപ്പോയോ? അതോ ഇനി എള്ളാച്ചിന്റെ കൂടെ കാലത്ത് ഓടാൻ പോയോ? നല്ല ആളാ ഓടണേ. ഷൈമേ, ഷോ, ഈ ചായ വേണേ കുടിക്ക്. എനിക്ക് വേറെ ജോലിയുണ്ട്. ഈ പെണ്ണ് എവിടെ പോയതാണാവോ? എടി പെണ്ണെ, ചായ തണുത്തു പോവും. വല്ലാത്തൊരു. ഇനി വേണമെങ്കിൽ തണുത്ത ചായ കുടിച്ചാ മതി. പ്രിയപ്പെട്ട സുമതിയും മകൾ ഷൈമ രാമദാസൻ നായരും അറിയാൻ എഴുതുന്നത്, അതിർത്തിയിൽ ഉടനെ ഒരു യുദ്ധമുണ്ടാകാനിടയുണ്ട്. ഒരു ജവാനായ എനിക്ക് പോയേ മതിയാകൂ. പോകുന്നു. നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, ഭാസി.